ഹായ് കൂട്ടുകാരെ, സീമാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചാള മുളക് അരച്ച് കറി വയ്ക്കാവേ. നമ്മളിവിടെ ചാള എന്നാണേ പറയുന്നത്, നിങ്ങളിനി എന്തോ പറയുന്നത് എനിക്കറിയില്ല. മത്തി എന്ന് പറയുന്നവരും ഉണ്ട്, ചിലയിടത്ത് മത്തി എന്നാണ് പറയുന്നത്. നമുക്കത് വൃത്തിയാക്കി എടുക്കാവേ. നല്ല വൃത്തിയായിട്ട് ഉപ്പിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് പീസാക്കി വയ്ക്കുക. ചെറിയ മീനാണ് പീസാക്കണം, ഇത് ഇച്ചിരി പീസാക്കണം എന്നാലേ പറ്റുള്ളൂ. പീസാക്കി വെച്ചിട്ട് ഇനി നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച്, അത് കഴിയുമ്പോൾ അതിനകത്ത് ചുവന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില, വറ്റൽമുളക് ഇതും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ തക്കാളിപ്പഴം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ലതായിട്ടൊരു വഴണ്ട് വരുമ്പോഴത്തേനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി അതിൻ്റെ പച്ച ഇത് മാറുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് മീനും നമ്മൾ പീസാക്കി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനില്ലേ അതിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുടംപുളി ഇല്ലേ, ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ, കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടപ്പൊക്കെ മാറ്റിയിട്ട് തീ കുറച്ചിട്ട് തുറന്ന് വെച്ച് തീ കുറച്ചാൽ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയിട്ട് വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.